അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നത്. നിഹതസ്സ പപാതോർവ്യാം ഛിന്നമൂർധാമഹീപതി പ്രഭഗ്നം തദ്ബലം സർവം നിർഗതം ചതുർദിശം. മനോരമാഹതം ശ്രുത്വാ പിതരം രണമൂർധനി ഭയത്രസ്താധ സഞ്ജാത പിതുർവൈരമനുസ്മരൻ. ഹനിഷ്യതി യുധാജിദ്വൈ പുത്രം മമ ദുരാശയാ രാജ്യലോഭേന പാപാത്മാ സേതി ചിന്താപരാഭവൽ. കിം കരോമി ക്വ ഗച്ഛാമി പിതാ മേ നിഹതോരണേ ഭർത്താ ചാപി മൃതോദ്യൈവ പുത്രോയം മമ ബാലക. ലോഭോദീവ ച പാപിഷ്ഠസ്തേന കോ ന വശീകൃത കിന്ന കുര്യാത്തദാവിഷ്ട പാപം പാർത്ഥിവസത്തമാ. പിതരം മാതരം ഭ്രാതൃൻ ഗുരൂൻ സ്വജനബാന്ധവാൻ ഹന്തി ലോഭസമാവിഷ്ടോ ജനോ നാത്ര വിചാരണാം. അഭക്ഷ്യഭക്ഷണം ലോഭാദഗമ്യാഗമനം തഥാ കരോതി കില തൃഷ്ണാർത്തോ ധർമ്മത്യാഗം തഥാ പുനാ.
ന സഹായോസ്തി മേ കശ്ചിൽ നഗരേത്ര മഹാബല യദാധാരേ സ്ഥിതാ ചാഹം പാലയാമി സുതം ശുഭം. ഹതേ പുത്രേ നൃപേണാദ്യ കിം കരിഷ്യാമ്യഹം പുനാ ന മേ ത്രാതാസ്തി ഭുവനേ യേന വൈ സുസ്ഥിതാഹ്യഹം. സാപി വൈരയുതാ കാമം സപത്നീ സർവദാ ഭവേൽ ലീലാവതി ന മേ പുത്രേ ഭവിഷ്യതി ദയാവതി. യുധാജിതി സമായാതേ ന മേ നിസ്സരണം ഭവേൽ ജ്ഞാത്വാ ബാലം സുതം സോദ്യ കാരാഗാരം നയിഷ്യതി. ശ്രൂയത്തെ ഹി പുരേന്ദ്രേണ മാതൃഗർഭഗതഃ ശിശു കൃന്ദിത സപ്തധാ പശ്ചാൽ കൃതാസ്തേ സപ്ത സപ്തധാ. പ്രവിശ്യ ചോദരം മാതു കരേ കൃത്വാൽപകം പവിം ഏകോനപഞ്ചാശദപി തേ ഭവൻ മരുതോ ദിവി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബാണമേറ്റു വീരസേനൻ മരിച്ചല്ലോ സൈന്യമെല്ലാം, ഭീതിയോടെ 4 ദിക്കിലേക്കുമായോടി. അച്ഛൻ മരിച്ചതറിഞ്ഞു മനോരമ ശത്രുവിൻ്റെ, അത്യധിക വൈരമോർത്തു ഭയന്നു പോയി. ദുഷ്ടനും പാപിയുമായ യുധാജിത്തു തൻ പുത്രനെ രാജ്യലോഭത്താൽ കൊന്നിടും ചിന്തിച്ചാനവൾ. എന്തു ചെയ്യും, എങ്ങോട്ടു ഞാൻ പോയിടുമെന്നുള്ളതോർത്തു. അച്ഛനും ഭർത്താവുമില്ല, പുത്രൻ ബാലനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ലോഭം അതിപാപം തന്നെ, ലോഭിയായ യുധാജിത്തോ എന്തു പാപം ചെയ്യുവാനും മടിക്കയില്ല. ലോഭികളോ മാതാപിതാക്കളെ, തൻ്റെ ബന്ധുക്കളെ, ഗുരുവിനെ സർവരെയും കൊന്നിടും നൂനം. അഭക്ഷ്യം ഭക്ഷണമാക്കും, അഗമ്യയെ പ്രാപിച്ചിടും. അത്യാർത്തിയാൽ ധർമ്മത്തെയും ത്യജിക്കുമവൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ബലമുള്ള ആരുമെന്നെ സഹായിക്കാനിപ്പോഴില്ല. ഉണ്ടെങ്കിൽ ഈ പുത്രനെ സംരക്ഷിക്കാനാകും. യുധാജിത്തൻ മകനെയും നിഗ്രഹിച്ചാലെന്തു ചെയ്യും? എന്നെ സംരക്ഷിക്കാനാരും ലോകത്തിലില്ല. സപത്നി ലീലാവതിയും വൈരമുള്ളവളായിടും. എൻ പുത്രനോടവളും ദയ കാണിക്കില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യുധാജിത്തു വന്നാൽ പിന്നെ എനിക്കു പോകാനാകില്ല. കാരാഗൃഹം തന്നീലെന്നെ അടയ്ക്കും നൂനം. പണ്ടു ശക്രൻ ദിതിയുടെ ഉദരത്തിലെ ഉണ്ണിയെ 7 കഷ്ണങ്ങളാക്കി കഥ പ്രസിദ്ധം. മാതാവിൻ്റെ വയറിനാൽ പരാവിൻ്റെ വയറിലായി കടന്നു വജ്രായുധത്താൽ മുറിച്ചു മരുത്തുക്കളോ സ്വർഗത്തിലെത്തി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. ഇവിടെ യുധാജിത്തും വീരസേനനും തമ്മിൽ യുധാജിത്ത് അതിഭയങ്കരങ്ങളായിരിക്കുന്ന അമ്പുകളെ കൊണ്ട് വീരസേനനെ മുറിപ്പെടുത്തി എന്ന് പറഞ്ഞാണ് നമ്മൾ 16-ാമത്തെ ശ്ലോകം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. പിന്നീട് പറയുന്നു, നിഹതസാ പപാതോർവ്യാം ഛിന്നമൂർധാമഹീപതി. ആ ബാണങ്ങളേറ്റ് പ്രഭഗ്നം തദ്ബലം സർവം നിർഗതം ചതുർദിശം. ആ ബാണങ്ങളേറ്റ് അദ്ദേഹം മരിച്ച് ഭൂമിയിൽ വീണു. പപാതോർവ്യാം, ഉർവിയിൽ വീണു അദ്ദേഹം. ഛിന്നമൂർധാമഹീപതി, തല പൊട്ടിത്തകർന്ന നിലയിലാണ് ആ രാജാവ് മരിച്ചത്.
സൈന്യങ്ങൾ മുഴുവൻ ഛിന്നഭിന്നമായി 4 ദിക്കിലേക്കും ഓടിപ്പോവുകയും ചെയ്തു. മനോരമ വിവരമറിയണു. മനോരമ ഹതം ശ്രുത്വാ പിതരം രണമൂർധനി പിതരം ഹതം ശ്രുത്വാ. യുദ്ധത്തിനിടയിൽ അച്ഛൻ മരിച്ചു എന്ന വാർത്ത കേട്ട മനോരമ ഭയത്രസ്താധ സഞ്ജാത പിതൃവൈരമനുസ്മരൻ. ആ ശത്രുവിൻ്റെ, തൻ്റെ അച്ഛനോട് ശത്രുവായ യുധാജിത്തിൻ്റെ വൈരമോർത്ത് വല്ലാതെ പേടിച്ചു വിറച്ചുപോയി മനോരമ എന്ന ആ ധ്രുവസന്ധിയുടെ ധർമ്മപത്നി. അവൾ ആലോചിക്കുകയാണ്, ഹനിഷ്യതി യുധാജിദ്വൈ പുത്രം മമ ദുരാശയാ രാജ്യലോഭേന പാപാത്മാസേതി ചിന്താപരാഭവൽ. ദുഷ്ടബുദ്ധിയായിരിക്കുന്ന, അതേപോലെ തന്നെ പാപാത്മാവായിരിക്കുന്ന, രാജ്യലോഭം കൊണ്ട് കണ്ണു കാണാതായ ആ യുധാജിത്ത് തൻ്റെ പുത്രനെ കൊല്ലുക തന്നെ ചെയ്യും. ഹനിഷ്യതി, എൻ്റെ പുത്രനെ കൊല്ലും എന്ന് കരുതി അവൾ ചിന്താപരാഭവൽ, വളരെ ചിന്താകുലയായിട്ട് തീർന്നു. ഇനി എന്തു ചെയ്യും? കിം കരോമി ക്വ ഗച്ഛാമി പിതാമേ നിഹതോരണേ. ഞാൻ എന്തു ചെയ്യും? എവിടേക്ക് പോവും? എൻ്റെ അച്ഛൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഭർത്താചാപി മൃതോദ്വൈവ, ഭർത്താവും മരിച്ചു. ഈ മകനാണെങ്കിൽ പുത്രോയം മമ ബാലകഃ, എൻ്റെ പുത്രനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, ബാലനാണ്. ലോഭോതീവ ച പാപിഷ്ഠസ്തേന കോ ന വശീകൃത. ലോഭം എന്നത് വലിയ പാപമാണ്. അത് ആരെ വശീകരിക്കുകയില്ല, അല്ലെങ്കിൽ എല്ലാവരെയും വശീകരിക്കുമെന്ന് തന്നെ. അതിൻ്റെ പിടിയിൽപ്പെട്ട രാജപുങ്കവൻ എന്തു പാപവും ചെയ്യാൻ മടിക്കില്ല. കിംന കുര്യാ തഥാവിഷ്ട പാപം പാർത്ഥിവസത്തമ. രാജപുങ്കവൻ എന്ന് പറയുന്നത് ഈ യുധാജിത്ത്. അപ്പോൾ ഇവരൊക്കെ തന്നെ ലോഭം കൊണ്ട്, രാജ്യലോഭം കൊണ്ട്, രാജ്യത്തിലുള്ള ആഗ്രഹം കൊണ്ട് ഇവരെന്താണ് ചെയ്യാൻ മടിക്കുക? എന്തും ചെയ്യും ഇവര്. പിതരം മാതരം ഭ്രാതൃൻ ഗുരുൻ സ്വജനബാന്ധവാൻ ഹന്തി. അച്ഛനെ, അമ്മയെ, സഹോദരനെ, ഗുരുനാഥന്മാരെ, സ്വജനങ്ങളെ, ബന്ധുക്കളെ, ഇവരെയൊക്കെ കൊല്ലും. ആര്? ലോഭസമാവിഷ്ടോ ജനോ നാത്ര വിചാരണ. ഈ ലോഭത്തിൽ അടിമപ്പെട്ട, ലോഭത്തിൽ പിടിക്കപ്പെട്ടവൻ, ആ ലോഭത്തിൻ്റെ പിടിയിൽപ്പെട്ടവൻ ഇവരെ ആരെയും കൊല്ലാൻ മടിക്കില്ല, ഇവരെയൊക്കെ കൊല്ലും. ഇങ്ങനെയുള്ള ആളുകൾ അഭക്ഷ്യഭക്ഷണം ലോഭാദഗമ്യാഗമനം തഥാ. ലോഭം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? അപഥ്യമായ, കഴിക്കരുതാത്തത് കഴിക്കും. അതേപോലെ തന്നെ പ്രാപിക്കരുതാത്ത അവളെ പ്രാപിക്കും. കരോതി കില തൃഷ്ണാർത്തോ ധർമ്മത്യാഗം തഥാ പുന. ഇങ്ങനെ അത്യാർത്തി കൊണ്ട് അവൻ ധർമ്മത്തെയും ത്യജിക്കും. ന സഹായോസ്തി മേ കശ്ചിൽ നഗരേത്ര മഹാബല യദാധാരേ സ്ഥിതാചാഹം പാലയാമി സുതം ശുഭം. ഇനി നല്ല ബലവാനുള്ള ഒരാള്, അങ്ങനെ ഒരാൾ പോലും എനിക്ക് നഗരത്തിൽ സഹായത്തിനില്ല. യഥാധാരേ സ്ഥിതാചാഹം, ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിച്ച് പാലയാമി സുതം ശുഭം, ഈ പുത്രനെ എനിക്ക് രക്ഷിക്കാമായിരുന്നു, സംരക്ഷിക്കാമായിരുന്നു, ഈ ഉണ്ണിയെ എനിക്ക് വളർത്താമായിരുന്നു. പക്ഷേ എനിക്ക് ആരും തന്നെയില്ല സഹായത്തിന്. ഹതേ പുത്രേ നൃപേണാദ്യ കിം കരിഷ്യാമ്യഹം പുന. ആ യുധാജിത്ത് എൻ്റെ മകനെ കൊന്ന പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? നമേത്രാതാസ്തി ഭുവനെ യേന വൈ സുസ്ഥിതാഹ്യഹം. എന്നെ സുരക്ഷിതയായി കാത്തുരക്ഷിക്കാൻ, എന്നെയും എൻ്റെ മകനെയും രക്ഷിക്കാൻ ഈ ഭൂലോകത്തിൽ ആരുമില്ലാതെയായി പോയല്ലോ, ഒരാളുമില്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാപി വൈരയുതാ കാമം സപത്നി സർവദാ ഭവേൽ. അങ്ങനെ വരുമ്പോൾ ആ വൈരം കൊണ്ട് സർവദാ വൈരമുള്ളവളായി തീരും ആ സപത്നിയും. ലീലാവതി നമേ പുത്രേ ഭവിഷ്യതി ദയാവതി. ലീലാവതി എന്ന് പേരുള്ള ആ സപത്നി, ധ്രുവസന്ധിയുടെ രണ്ടാമത്തെ ഭാര്യ, തൻ്റെ സപത്നി,
അവൾ ഒരിക്കലും തൻ്റെ മകൻ്റെ കാര്യത്തിൽ ദയാവതിയാവുകയില്ല, ദയ കാണിക്കില്ല. യുധാജിതി സമായാതേ നമേ നിസ്സരണം ഭവേൽ. യുധാജിത്ത് വന്നാലോ എനിക്ക് പിന്നെ ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കില്ല. ജ്ഞാത്വാ ബാലം സുതം സോദ്യ കാരാഗാരം നയിഷ്യതി. മകൻ ബാലനാണ് എന്ന് അറിഞ്ഞ് ആ ദുഷ്ടൻ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യും. ഇതിന് ആ ദേവി വിചാരിക്കുകയാണ് മനോരമ. ഇതിനു മുമ്പുണ്ടായ പല സന്ദർഭങ്ങളെയും ഓർക്കുകയാണ്. ശ്രൂയതേഹി പുരേന്ദ്രേണ, കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ കേട്ടേക്കണത്? പുരേന്ദ്രേണ. പണ്ടൊരിക്കൽ ഇന്ദ്രൻ മാതൃഗർഭഗത ശിശു, മാതാവായ ദിതിയുടെ ഉദരത്തിൽ കടന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ കൃന്തിത സപ്തധാ പശ്ചാൽ കൃതാസ്തേ സപ്തസപ്തധ, ആ കുഞ്ഞിനെ 7 മുറിച്ചു, വീണ്ടും 7 മുറിച്ചു. 49 പേര്. അവരെ എന്താ വിളിക്കുക? മരുത്തുക്കൾ. അതാണ് പിന്നീട് പറഞ്ഞത്. പ്രവിശ്യ ചോദരം മാതു കരേ കൃത്വാൽപകം പവിം ഏകോന 50 തേ അഭവൻ മരുതോദിവി. മാതാവിൻ്റെ ഉദരത്തിൽ കടന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വജ്രായുധം കൊണ്ട് കരേ കൃത്വാൽപകം പവിം, ആ വജ്രായുധം കൊണ്ട് മുറിച്ചതുകൊണ്ടാണ് 49 കഷ്ണങ്ങളായതും. അവയ്ക്കൊക്കെ ശ്രീനിവാസ അനുകമ്പയായെന്ന് ഭാഗവതം. ഭഗവാന്റെ അനുകമ്പ കൊണ്ട് ആ 49 കഷ്ണങ്ങൾക്കും ജീവനുണ്ടായി. അവർ മരുത്തുക്കൾ എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോയി എന്നും ഒക്കെ പറയുന്ന കഥ. കശ്യപൻ അതാണ് പറഞ്ഞത്. ദിതിയോട് പറഞ്ഞു, വ്രതം വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ നിനക്ക് പുത്രം ഇന്ദ്രഹണം, പുത്രൻ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രൻ ഉണ്ടാവും. വ്രതഭംഗമുണ്ടായാൽ നിനക്കുണ്ടാകുന്ന പുത്രൻ ദേവനായിത്തീരും, ദേവേന്ദ്രന്റെ സഹായിയാവുമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ വ്രതഭംഗം വന്നു ദിതിക്ക്. അതുകൊണ്ട് ദേവേന്ദ്രൻ ദിതിയുടെ ഗർഭത്തിൽ കടന്ന് ആ കുഞ്ഞിനെ കൊന്നു. 49 കഷ്ണായി, അവർ മരുത്തുക്കളായി എന്ന് പറയുന്നു. ആ 29ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.